പത്തനംതിട്ട റാന്നിയിൽ സൂപ്പർ മാർക്കറ്റിൽ കാട്ടുപന്നിയുടെ ആക്രമണം. മന്ദിരംപടി സ്വദേശിനി ബീനയ്ക്ക് പരിക്കേറ്റു. കട തുറന്നതിന് പിന്നാലെ ചില്ല് തകർത്ത് കാട്ടുപന്നി ഉള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നു. പ്രസാദ്, ഏതായാലും ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആളുടെ നില എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് രാവിലെ 8:00 കൂടിയാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഈ സൂപ്പർ മാർക്കറ്റിലെ ഉടമസ്ഥ കൂടിയായിട്ടുള്ള ബീനയ്ക്ക് നേരിട്ടത്. റാന്നി മന്ദിരപ്പടിക്ക് സമീപമുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ കാട്ടുപന്നി ഇടിച്ച് കയറി. പന്നി നിയന്ത്രണം വിട്ട് ഈ ഇടിയിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ എത്തുകയും കണ്ണാടിച്ചില്ലും മറ്റും ദേഹത്ത് വീഴുകയും പിന്നെ ഈ പന്നി ദേഹത്ത് വീഴുകയും ഒക്കെ ആയതിനെ തുടർന്നാണ് ഉടമയായിട്ടുള്ള ബീനയ്ക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റത്. റാന്നിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ബീനയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള ചെറിയ മുറിവുകളൊക്കെ അതിനൊക്കെ തുന്നിക്കെട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തെന്നാണ് നമ്മളോടിപ്പം അറിയാൻ കഴിയുന്നത്. ഇപ്പൊ ഈ മേഖല എന്ന് പറഞ്ഞാൽ റാന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വനസമ്പത്തുള്ള ഒരു ജില്ലയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടുത്തെ ഈ കാട്ടാന ശല്യം, കടുവ, പുലി, കാട്ടുപന്നി, ഒട്ടേറെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ സ്ഥിതി പഠിക്കാനും അതിനെ നിയന്ത്രണ വിധേയമാക്കാനും ഒക്കെയുള്ള വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഈ റാന്നിക്ക് സമീപമുള്ള വടശ്ശേരിക്കരയിൽ, അതായത് ജനവാസ മേഖലയിലെ പ്രധാന ടൗണിൽ തന്നെ 10-15 കാട്ടാനക്കൂട്ടങ്ങൾ എത്തിയിരുന്നു. പക്ഷെങ്കിൽ അത് ആക്രമണ സ്വഭാവം ഒന്നും തന്നെ കാണിച്ചില്ല. റോഡിൽ നിലയുറപ്പിച്ച ശേഷം തിരികെ കാട്ടിലേക്ക് പോവുകയാണ് പതിവ്. കാട്ടുപന്നിയുടെ ശല്യം വളരെയധികം രൂക്ഷമാണ് ഈ മേഖലയിൽ. അതായത് കർഷകർ നിരന്തരം തന്നെ നമ്മളോട് പരാതി പറയുകയും നിരവധി തവണ വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ കാട്ടുപന്നി ആദ്യമായിട്ടാണ് ഒരു കടയിലേക്ക് ഇടിച്ചു കയറി ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. അപ്പം ഇത് ഈ പന്നി അതിന് കാടാണോ നാടാണോന്നോ അറിയത്തില്ല. പ്രധാനമായും ഇവിടുത്തെ ഈ റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാത്തതാണ് ഈ കാട്ടുപന്നികൾ പെരുകാനുണ്ടാകുന്ന കാരണമെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. അടിയന്തരമായി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഈ അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ഈ കാട്ടുപന്നി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടിക്കയറിയ കാട്ടുപന്നിയെ ബഹളം വെച്ച് നാട്ടുകാർ വെളിയിലേക്ക് ഓടിക്കുകയും തുടർന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഷൂട്ടർമാരെ അവരെ അറിയിക്കുകയും സംയോജിതമായി ഈ കാട്ടുപന്നിയെ കൊലപ്പെടുത്തിയെന്നാണ് നമുക്കിപ്പം അറിയാൻ കഴിയുന്നത്. ദീപ്തി, ശരി, ഏതായാലും ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് റാന്നി വൈക്കം സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ ചേട്ടനെ കുറിച്ച്. പത്തനംതിട്ട റാന്നിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. സൂപ്പർ മാർക്കറ്റിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. മന്ദിരംപടി സ്വദേശിനി ബീനയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കട തുറന്നതിന് പിന്നാലെ ചില്ല് തകർത്ത് കാട്ടുപന്നി ഉള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആര്യനാട് മദ്യലഹരിയിൽ യുവാവ് CAA ഇരുമ്പ് കസേര കൊണ്ട് തലയ്ക്കടിച്ചു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ CAA കാട്ടക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ആര്യനാട് സ്വദേശി യദു കൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യക്കുപ്പിയുമായി സ്റ്റേഷനിലെത്തിയ ഇയാൾ പോലീസുകാരോട് മോശമായി പെരുമാറുകയും മദ്യക്കുപ്പി അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. ഇയാളെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഓടിക്കേറി. പിന്നാലെ എത്തിയ CAA ഇരുമ്പ് കസേര കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. കരൂരിൽ TVK റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗത്തിന്
തമിഴ്നാട് സർക്കാർ ജോലി നൽകും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നുണ്ടായ അപകടത്തിൽ 41 പേരാണ് മരിച്ചത്. ഇവരുടെ കുടുംബാംഗങ്ങൾക്കാണ് ജോലി നൽകുക. ഈ മാസം 10-ന് കരൂരിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമന ഉത്തരവ് കൈമാറും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയായി. ക്ഷേത്രത്തിലെ 45 ദിവസത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പ്രതികളുടെ സ്വത്ത് ഇടപാടുകളെക്കുറിച്ചും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിർണായക വിവരങ്ങൾ ഉണ്ടെന്നാണ് സൂചന. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭൂമി ഇടപാടുകളിലും ക്രമക്കേടുകൾ നടന്നതായാണ് വിവരം. ട്രസ്റ്റ് വാങ്ങി ഭൂമികളിൽ കേസിൽപ്പെട്ട ഭൂമികളും ഉൾപ്പെടുന്നു. ഇതിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ട്രസ്റ്റ് ഭൂമി വിറ്റവരുടെയും മൊഴിയെടുത്തു. അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ പ്രതിപക്ഷ നേതാക്കളുടെ മൊഴിയെടുത്ത് തെളിവ് തേടണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, രാം ഗോപാൽ യാദവ് തുടങ്ങിയ നേതാക്കളുടെ മൊഴിയെടുക്കണമെന്നും VHP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് VHP അധ്യക്ഷൻ അലോക് കുമാർ അയോധ്യ DSPക്ക് കത്ത് നൽകി. തൃശൂർ ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ ബസ്സിന് പുറകിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. വെളിയങ്കോട് സ്വദേശി അബുവിന്റെ മകൻ മഷ്ഹൂദാണ് മരിച്ചത്. സർവീസ് റോഡിൽ ആളെ ഇറക്കാൻ ബസ് നിർത്തിയതായിരുന്നു. ഇതിന് പുറകിൽ ബൈക്ക് വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. അപകടം നടന്ന ഉടൻ തന്നെ മഷ്ഹൂദിനെയും വെളിയങ്കോട് സ്വദേശിയായ അൻഷിഫ്, ഫാറൂഖ് എന്നിവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു.